സ്തോത്രം. ഇരുവായുത്തലയുള്ള പരസ്ത്രീയുടെ വായിലെ വാക്ക് വാളാണ്. ഇരുവായുത്തലുള്ള വാളാണ്. ആ പരസ്ത്രീയുടെ വായിലെ വാക്കാകുന്ന ഇരുവായുത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ ആലോചന സഭയിൽ നിന്നാൽ ഈ വചനം ലഭിക്കും. സ്തോത്രം. സ്തോത്രം. ആലോചന സഭയിൽ നിന്നാൽ ഈ വചനം ലഭിക്കും. പിന്നെ ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും, പ്രാണനിലും ആത്മാവിലും സന്ധിമജ്ജകളിലും ഉൾക്കൊണ്ടിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന, മുറുകെ പിടിച്ചിരിക്കുന്ന സകല പാപങ്ങളെയും വേർപെടുത്തിക്കൊണ്ട്, സകല പാപങ്ങളെയും വേർപെടുത്തിക്കൊണ്ട് തുളച്ചു കയറുന്നത്. അടുത്ത് ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഹൃദയത്തിലെ ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു ദൈവത്തിന്റെ വചനം. അങ്ങനെയാണോ നമ്മൾ വചനം കേട്ടിട്ടുള്ളത്, നമ്മളെ വചനം കേൾപ്പിച്ചിട്ടുള്ളത്? സ്തോത്രം. വചനം കേൾക്കുന്നവർ തുള്ളിച്ചാടുകയില്ല, വചനം കേൾക്കുന്നവർ ഇരുന്ന് കറങ്ങും, അമർന്നിരിക്കും, ശോധന ചെയ്യും, ഹൃദയം നുറുങ്ങും, മനസ്സ് തകരും. തകർന്നും നുറുങ്ങിയ ഹൃദയം ദൈവം കാണും. ആ ഹൃദയത്തെ ദൈവം നിരസിച്ച് കളയുകയില്ല. അവർ തന്നെത്താൻ ശോധന ചെയ്യും, തന്റെ തെറ്റുകളെ ഗ്രഹിക്കും, അന്തരംഗത്തെ ജ്ഞാനം ഗ്രഹിക്കും. ആ ജ്ഞാനത്തെ അവതരിക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. ആ ജ്ഞാനത്തിൽ നിന്നാണ് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെട്ട് വരേണ്ടത്. ഇന്ന് എല്ലാവർക്കും വെളിപ്പെടുന്ന സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമല്ല, ജ്ഞാനത്തിൽ നിന്ന് വെളിപ്പെടുന്ന സ്നേഹമല്ല. അഭിനയ സ്നേഹമാണ്, അഭിനയ സ്നേഹം. മുമ്പുള്ള ചില ആൾക്കാർ പറയാൻ പോലെ ചതയുള്ളിടത്ത് കത്തി താക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. നമുക്ക് അതൊന്നും വേണ്ട, അതൊന്നുമല്ല നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട നിത്യസ്നേഹമാണ്, ക്രിസ്തുവിൻ സ്നേഹം. ക്രിസ്തുവിൻ സ്നേഹം നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കണം. ജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ അറിയേണ്ടതിന് ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കണം. വൈകാം നിന്നിരുന്നു എങ്കിൽ എവിടെയുണ്ട് ആലോചന സഭ? ദൈവത്തിന്റെ ആലോചന സഭ എവിടെയുണ്ട്? ദൈവത്തിന്റെ ആലോചന എന്ന് വീട് കിട്ടും, എന്ന് ജോലി കിട്ടും, എന്ന് തലമുറ കിട്ടും, ഇതൊന്നും പറയണല്ല ദൈവത്തിന്റെ ആലോചന. ദൈവത്തിന്റെ ആലോചന സന്ധിമജ്ജകളിൽ ഇങ്ങനെ തുളസി കയറും. ദൈവത്തിന്റെ ആലോചന ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ നമ്മൾ വിവേചിക്കും. ദൈവികമാണോ, ഭൗമികമാണോ, പ്രാകൃതമാണോ, ജഡീകമാണോ, എന്താണ് ഹൃദയത്തിലെ ചിന്തകൾ? വിവേചിപ്പിക്കും. ഇതാണ് ദൈവത്തിന്റെ ആലോചന. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവ് എങ്ങനെ അറിയാൻ പറ്റും ഏത് ആത്മാവെന്ന്? അപ്പൊ ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഇതൊക്കെ അറിയാൻ ദൈവം നമുക്ക് തരുന്ന അവസരം ചെറുതായി കാണരുത്. ഇത് വലിയ അവസരമാണ്. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും, അതിന്റെ ഒരു ആലോചനയാണ്, അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നല്ല, അവർക്ക് വേണ്ടി ഉപവസിച്ച് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഈ പാപത്തിൽ നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിക്കുന്ന ഏതാത്മാവാണ്? പാപത്തിൽ നടക്കുന്നവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതാത്മാവാണ്? ദൈവാത്മാവാണ്.
Praise the Lord. Amen. അവർക്ക് വേണ്ടി അവര് ഉപവസിക്കണം. പാപി മനം തിരിയാൻ വേറൊരാളല്ല ഉപവസിക്കാനുള്ളത്. പാപി മനം തിരിയാൻ അവർ ഉപവസിക്കണം. നിലവേ മാനസാന്തരപ്പെടാൻ യോനി ഉപവസിച്ചത് ആണോ? സ്തോത്രം. ഇന്ന് ജനം മാനസാന്തരപ്പെടാൻ വേണ്ടി ശുശ്രൂഷ ഉപവസിച്ച് എന്താ ഗുണം? അത് ദൈവഹിതമല്ല. ശുശ്രൂഷകനുള്ള കുറവുകളെ കുറ്റങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി ശുശ്രൂഷകൾ ഉപവസിക്കണം. അത് വേണ്ടതല്ല. അത് ന്യായമാണ്, ദൈവഹിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, മോശ എന്ന മനുഷ്യൻ 40 രാവും 40 പകലും ഉപവസിച്ചതിന് വേണ്ടിയാണ്. ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടാൻ വേണ്ടിയാണോ? ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയാണോ? ഇസ്രായേൽ ജനത്തിന് കല്യാണം നടക്കാൻ വേണ്ടിയാണോ? ഇസ്രായേൽ ജനത്തിന് കൂടാരം കിട്ടാൻ വീട് കിട്ടാൻ വേണ്ടിയാണോ? അതോ പ്രമാണം വാങ്ങാൻ വേണ്ടിയാണോ? ഇന്നൊരു ഉപവസിക്കുന്നതിന് വേണ്ടിയാ? ഏതാത്മാവാ? ഇയാൾക്ക് വേണ്ടി എത്ര പേര് ഉപവസിച്ചാണ്? അല്ലേ? വീട് കിട്ടാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി. എന്താ നിങ്ങൾ തന്നെ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഉപവസിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. പക്ഷെ നിങ്ങൾക്ക് ഉപവസിക്കാം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഉപദേശം ലഭിക്കാൻ വേണ്ടി. ഇവിടെ വന്നിരിക്കണില്ലേ? ഇത് ഉപവാസം. ഇവിടെ വന്നിരിക്കണില്ലേ? ഭർത്താവും ഭാര്യയും തലമുറയോട് ഇവിടെ വന്നിരിക്കണില്ലേ? ഇത് ഉപവാസമാണ്. ദൈവത്തോട്. ദൈവം ആരാണ്? ദൈവം വചനമാണ്. ഹല്ലേലൂയ. വചനം കേട്ടോണ്ടിരിക്കുന്നത് ഉപവാസമാണ്. ദൈവത്തോട് കൂടെയുള്ള വാസമാണ്. ഇത് ആഹാരം വെടിഞ്ഞുകൊണ്ടായിരിക്കാം, ലാഹജലം മാറ്റിവെച്ചായിരിക്കാം, ഇത് ഭക്ഷിച്ചുകൊണ്ടുമായിരിക്കാം. അത് അവരുടെ പ്രാപ്തി പോലെയാണ്. അല്ല, ആഹാരം കഴിക്കാതെ പറഞ്ഞാൽ ദൈവം പേടിക്കുന്നില്ല. ദൈവം പേടിച്ച് ആഹാരം ക്രമം വരെയൊന്നുമില്ല. ദൈവത്തിന് അങ്ങനെ പേടിയൊന്നുമില്ല. തിന്നാതെ കുടിക്കാതിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ. സ്തോത്രം. അപ്പൊ ഇതെല്ലാം നമ്മളെ ഗ്രഹിച്ചറിയണം, തിരിച്ചറിയണം, മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോഴാണ് പരീക്ഷകൻ വന്ന് പരീക്ഷിക്കുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഇല്ലേ? പരീക്ഷകൻ വന്ന് പറയും ഉപവസിക്കുന്നു പറയും, നമ്മൾ ഉപവസിക്കും. ദൈവാത്മാവല്ലേ പറയുന്നത്, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷെ പറയുന്ന ആരാണ്? ദൈവാത്മാവല്ല, പരീക്ഷകനാണ്. കരങ്ങളെ കേട്ട ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചതിന് വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാണ്. ശിഷ്യന്മാർക്ക് വീട് കിട്ടാൻ വേണ്ടിയാണ്. ശിഷ്യന്മാർക്ക് വിവാഹം നടക്കാൻ വേണ്ടി. പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് പനി മാറാൻ വേണ്ടിയാണ്. ഇതിനെ ഉപവസിച്ചു. നമ്മുടെ പാസ്റ്റർമാർക്ക് എന്തിനാ ഉപവസിക്കുന്നു? ലോകത്തിലെ ശുശ്രൂഷ തലത്തിൽ നിൽക്കുന്നവർക്ക് ഉപവസിക്കുന്ന എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടിയാണ്? പേര് അത് യേശു ഉപവസിച്ചു, മോശ ഉപവസിച്ചു, ദാനിയേൽ ഉപവസിച്ചു. ഭക്തന്മാരുടെ പേര് പറഞ്ഞിട്ട് എവരൊന്നും ചെയ്യുക. ഭക്തന്മാരെ ഭക്തന്മാർ ഉപവസിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഇവർ ഉപവസിക്കുന്ന പിന്നിലെ ഉദ്ദേശം എന്താണ്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 18 വയസ്സ് കഴിഞ്ഞ തലമുറ എനിക്ക് വിവാഹം വേണം. ഓ, വിവാഹം എന്തിനാ? അത് അപ്പൻ വിവാഹം കഴിച്ച അമ്മ, അതുകൊണ്ട് എനിക്ക് വിവാഹം വേണം പറയാൻ പറ്റുമോ? സ്തോത്രം. അപ്പൻ വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഡ്രൈവ് പഠിക്കണം, ലൈസൻസ് എടുക്കണം. സ്തോത്രം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതുപോലെ ചെയ്യും. അതല്ല, ഭക്തന്മാർ ഉപവസിച്ചെങ്കിൽ ഭക്തന്മാർ ഉപവസിക്കാൻ കാരണം കണ്ടുപിടി. ഭക്തന്മാർ എന്തിനു വേണ്ടി ഉപവസിച്ചു? ഭക്തന്മാരുടെ സ്വഭാവം എന്തായിരുന്നു അത് കണ്ടുപിടി. എന്നിട്ട് ആ സ്വഭാവത്തിൽ നാം വാ. ഹല്ലേലൂയ.
അപ്പൊ ഇതൊക്കെ തിരിച്ചറിയേണ്ട മനോബോധം നമ്മിലില്ലെങ്കിൽ നാം ആരായി മാറും? ഇന്നത്തെ പെന്തക്കോസ്ത് ലോകം ആരായി മാറിയിരിക്കുന്നു? സ്തോത്രം. ഇതൊക്കെ നമ്മൾ നിറകണ്ണുകളോടുകൂടെ മനസ്സിലാക്കി ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരാത്മാവിന്റെ വില സർവ്വ ലോകത്തിനേക്കാൾ വിലയാ. കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നതിന്റെ പേരിൽ ഓരോ പെന്തക്കോസ്തിലെ വ്യക്തികളും ആമേൻ സ്തോത്രം നാശയോഗ്യമായി കൊണ്ടിരിക്കുക. ഉപദേശമില്ലാതെ, ഉപദേശം വെളിച്ചമില്ലാതെ പോവുകയാണ്. സ്തോത്രം. സദൃശ 6:23 പറയുന്നു, കൽപ്പന ദീപം, ഉപദേശം വെളിച്ചം. അവിടെ ഉപദേശം ഇല്ലെങ്കിൽ വെളിച്ചമില്ല. ശുശ്രൂഷകൻ ഉപദേശം പറഞ്ഞില്ലെങ്കിൽ ശുശ്രൂഷകനിൽ വെളിച്ചമില്ല. വെളിച്ചമില്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ല. ക്രിസ്തു വെളിച്ചമല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശമില്ല, ക്രിസ്തുവിന്റെ ഉപദേശമില്ല, അപ്പോൾ ക്രിസ്തു ഇല്ല. പിന്നെ ആരുണ്ട്? ആരുടെ നാമത്തിലാണ് ശുശ്രൂഷ വന്നത്? ക്രിസ്തുവിലാണോ വന്നത്? ക്രിസ്തുവിന്റെ നാമത്തിലാണോ വന്നത്? ഇല്ല, പേര് ക്രിസ്തുവിന്റെ നാമം, പക്ഷേ വന്നത് എതിർ ക്രിസ്തുവിനാ വന്നത്. എതിർ ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ്? ഈ ലോകത്തിന് അനുരൂപമായി പ്രാർത്ഥിക്കുക, ഈ ലോകത്തിന് അനുരൂപമായി ഘോഷിക്കുക, ദൈവത്തെ വിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ദൈവമേ ഇന്ന വിശ്വാസിക്ക് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, തലമുറ കൊടുക്കണം, സൗഖ്യം കൊടുക്കണം, കൊടു 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 അപ്പ കൊടു. ദൈവത്തോട്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ ആരാ? ദൈവം നമ്മെ വിട്ട് ചെയ്യിപ്പിക്കും. അത് ചെയ്യും. ദൈവത്തെ വിട്ട് ചെയ്യിപ്പിക്കാൻ നാം ദൈവത്തിന്റെ ആരാ? ഞാൻ യജമാനും ദൈവം എന്റെ ദാസനുമാണോ? ആണോ? അങ്ങനെയല്ല സംഭവിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഞാൻ യജമാനൻ, ദൈവം എന്റെ ദാസൻ. യജമാനാണെന്ന് ഞാൻ പറയുന്നു, ദാസനോട് ഇന്നാർക്ക് കൊടു, ഇന്നാർക്ക് കൊടു, ഇന്നാർക്ക് ഇന്നത് കൊടു. സ്തോത്രം. എത്രത്തോളം ഗ്രഹിക്കുന്നു അറിയില്ല, ഗ്രഹിക്കണം, ഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. മനസ്സുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. അത്ഭുതകരമായി ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. അടുത്ത് എന്റെ വചനങ്ങൾ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരുടെ ആകാത്ത വഴിയിൽ, ആകാത്ത സ്വഭാവത്തിൽ നിന്ന്, അവരുടെ പ്രവൃത്തിയിൽ ദോഷമുണ്ട്, അവരുടെ പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്ന് അവരെ തിരിപ്പിക്കുമായിരുന്നു. എങ്ങോട്ട്? ക്രിസ്തുവിലേക്ക്. അതാണ് ദൈവാലോചന. സ്തോത്രം. അങ്ങനെ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരിക മനസ്സിൽ. അടുത്ത് ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ? ദൂരസ്ഥനായ ദൈവമല്ലയോ? ഞാൻ ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതവണ്ണം ആർക്കെങ്കിലും മറിയത്തൊളിക്കാൻ കഴിയുമോ? ഒളിച്ചിട്ട് കള്ള പറഞ്ഞാൽ പറ്റുമോ? ദൈവം കണ്ടില്ലേ? ആകാശം ഭൂമി സാക്ഷിയില്ലേ? എന്റെ മുമ്പിൽ അനേകം ഒളിക്കാറുണ്ട്. എനിക്കല്ല, ആകാശം ഭൂമി സാക്ഷി, അവർ ഒളിച്ചത് സാക്ഷി, കള്ളം പറഞ്ഞത് ആകാശം ഭൂമി സാക്ഷി, എല്ലാ സാക്ഷിയാണ്. അവർ തന്നെ അവർക്കൊരു സാക്ഷിയാണ്. രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഭീഷണി സ്വരം മുഴക്കിയാൽ അതും സാധിക്കില്ല. അതുകൊണ്ട് ദൈവം പിടിക്കും. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നീളിച്ച് ചാടിയാലും ദൈവം പിടിക്കും. ഒന്നുകിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പിടിക്കും, ഇല്ലെങ്കിൽ ശരീരം വിട്ടതിന് ശേഷം പിടിക്കും. ശരീരം വിട്ടതിന് ശേഷം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ശിക്ഷാവിധിക്ക് അർഹർ തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ മറച്ച്, ദൈവത്തെ ഒളിച്ച്, ദൈവദാസന്മാരെ ഒളിച്ച്, ദൈവഭക്തന്മാരെ ഒളിച്ച് ഒരു മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
പക്ഷെ ഇത് ചെയ്യുന്ന അനേകരുണ്ട്, ഒളിച്ചു ചെയ്യുന്ന അനേകർ. ക്രൈസ്തല്ലോ പാടില്ല. ഭർത്താവ് അറിയാതെ ഭാര്യ ഒന്നും ചെയ്യരുത്, ഒളിക്കരുത്. ഭാര്യ അറിയാതെ ഭർത്താവ് ഒളിച്ചൊന്നും ചെയ്യരുത്. തമ്മിൽ ഷെയർ ചെയ്യത്തക്ക തമ്മിൽ മനപ്പൊരുത്തം വേണം. മനപ്പൊരുത്തം അകറ്റി മാറ്റിയിട്ട് പിന്നെ ഒളിച്ചൊന്നും ചെയ്യാൻ നിൽക്കരുത്. ദൈവം പിടിക്കും, കൈയോടെ പിടിക്കും. സ്തോത്രം. കൈയോടെ പിടിക്കും. ആവശ്യമില്ല ദൈവഭക്തന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നത് ദൈവം കൈയോടെ പിടിക്കും. സൂര്യവട്ടത്ത് ദൈവം ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്തിനാ ആവശ്യമില്ലാതെ ലജ്ജിക്കേണ്ടി വരുന്നത്? എന്തിനാ ആവശ്യമില്ല തൊലി ഉരിയേണ്ടി വരുന്നത്? സ്വതന്ത്രം കേട്ടനുസരിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. കേട്ടനുസരിച്ച പ്രശ്നമില്ല, ബുദ്ധിയും കിട്ടുമല്ലോ. കേട്ടനുസരിച്ച് ബുദ്ധിയും കിട്ടുമല്ലോ. ബുദ്ധിമാരുടെ ജീവിതത്തിന് മേലോട്ടാണല്ലോ. ബുദ്ധിമാന്റെ യാഗം ദൈവം പ്രസാദിക്കുമല്ലോ. കേട്ടനുസരിച്ചില്ലെങ്കിലോ ബുദ്ധിയില്ല, മൂഢനാ. സ്തോത്രം. ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിച്ചിട്ടില്ല, അന്തരംഗത്തിൽ ജ്ഞാനമില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മെ തന്നെ താഴ്ത്തി ശോധന ചെയ്ത് നമ്മുടെ നിറകണ്ണുകളോടുകൂടെ മനക്കണ്ണെല്ലാം നിറയണം. പുറംകണ്ണ് നിറഞ്ഞാലും കുഴപ്പമില്ല, പുറംകണ്ണ് നിറഞ്ഞ വേറെ വ്യാജമേ. അകക്കണ്ണ് നിറഞ്ഞുകൊണ്ട് പുറംകണ്ണ് നിറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലാതെ പുറംകണ്ണ് നിറഞ്ഞ ആൾക്കാരുണ്ട്. ചില ശുശ്രൂഷകൾ കണ്ടിട്ടില്ലോ, കണ്ണിലിങ്ങനെ ഒഴുകി ധാർത്തവാതെ ഒഴുകി. മനക്കണ്ണ് നിറഞ്ഞ അവർക്കില്ല, കുരുടായിരിക്കുക. മനക്കണ്ണ് നിറയണം, ഹൃദയക്കണ്ണ് നിറയണം. നിറകണ്ണുകളോടുകൂടെ പ്രാർത്ഥിക്കണം, നിറകണ്ണുകളോടുകൂടി ദൈവത്തിന് താഴണം. ആ കണ്ണ് നിറഞ്ഞ അനന്തര ഫലമായി അക്ഷരീയമായ കണ്ണ് നിറഞ്ഞാൽ ഗുണം ചെയ്യും. അവരുടെ സ്വഭാവം കാണും പറയും, ഇത് മനക്കണ്ണ് നിറഞ്ഞിട്ടാണോ പുറകണ്ണ് നിറഞ്ഞത്. അടുത്ത നിമിഷമുള്ള സ്വഭാവത്തിലറിയാം. അവരെ സ്വഭാവം വിളിച്ചു പറയും, അവരെ മനക്കണ്ണ് നിറഞ്ഞോ, അത് പുറംകണ്ണ് നിറഞ്ഞ അഭിനയമാണോ? സ്തോത്രം. ഇതൊന്നും അറിയാത്ത ശിശുക്കളാവരുത് നമ്മള്. പിന്നെ അറിയുന്ന പുരുഷത്വമുള്ള ശിശുവാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു വരാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സോട് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. മനുഷ്യർക്ക് പ്രസാദമല്ല കേട്ടോ, ലോകത്തിന് പ്രസാദമല്ല, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ സമർപ്പിക്കും. സമർപ്പണം ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുകയല്ല, അവരവരുടെ ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളെ യാഗമാക്കേണ്ടതാണ് ആരാധന. സ്തോത്രം. കൈയടിച്ച് നമ്മൾ പാട്ട് പാടി വർഷിപ്പ് ആരാധനയെ നമ്മൾ സമർപ്പിക്കുന്നത്. കൈയടിച്ച് ഒരു പ്രദർശനമാണ്. ഈ കൈയടിയിൽ തന്നെ നമ്മുടെ അന്തരംഗം എന്ത് ചെയ്യണം? ശോധന ചെയ്തുകൊണ്ടിരിക്കണം. അന്തരംഗ ശോധന ചെയ്യണം. തന്റെ തെറ്റുകളെ ഗ്രഹിച്ച് കൈയടിക്കണം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കാതെ കൈയടിക്കുന്നത് ഒരു ശൂന്യ. ഈ ബാൻഡ് അടിക്കും പോലെ അതിന്റെ അകത്ത് ഒന്നുണ്ടോ? ഒന്നുമില്ല, ശബ്ദം മാത്രം. ഹല്ലേലൂയ. അടുത്ത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ എടുത്തു പറയാ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും ദൈവപ്രസാദവും ദൈവഹിതപ്രകാരം പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതാണ്, ഇന്നതല്ല, ഇന്നതാണ് എന്ന് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ ഇന്നതല്ല, എന്റെ ഭാര്യ ഇന്നതാണ്. എന്റെ ഭർത്താവ് ഇന്നയാളല്ല, എന്റെ ഭർത്താവ് ഇന്നയാളാണ്. തിരിച്ചറിയില്ലേ? എന്റെ മക്കളെ ഇന്നതല്ല, എന്റെ മക്കളെ ഇന്നതാണ്. ഇന്ന മോൻ, ഇന്ന മകൾ, ഇന്നയുടെ മകനാണ്. തിരിച്ചറിയില്ലേ? ഇതുപോലൊരു തിരിച്ചറിവ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള
ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. അങ്ങനെ മനസ്സ് പുതുക്കുന്നവർക്ക് മാത്രമേ കർത്താവിനോട് കൂടെ രൂപാന്തരം വരൂ. അല്ലാതെ ഈ ലോകത്തിന് അനുരൂപമായി പ്രസംഗിച്ച്, ഈ ലോകത്തിന് അനുരൂപമായി പ്രാർത്ഥിച്ച്, ഈ ലോകത്തിന് അനുരൂപമായി ഉപവസിച്ച്, പ്രബോധിപ്പിച്ച്, കണ്ണുനീരൊഴുക്കി ഇങ്ങനെ നടന്നാൽ രൂപാന്തരം വരില്ല. പറഞ്ഞോണ്ടിരിക്കുക, കർത്താവ് വരും, നമ്മൾ രൂപാന്തരപ്പെടും. പെട്ടെന്ന് ഈ നമുക്കറിയാമെന്നുള്ള അനേക മോനൊരു പ്രത്യാശയുള്ള ഈ ലോകം വിട്ടു പോയില്ല. ഈ വചനം വെച്ചൊന്ന് മനസ്സിലാക്കി നോക്കണം അവരെവിടെ എത്തിയിരിക്കുന്നു. മനസ്സിലാക്കി നോക്കണം അവരെവിടെ എത്തിയിരിക്കുന്നു. വചനം വെച്ചനായിരുന്നു നടക്കുന്നത്. അവരെ നമ്മൾ വിധിക്കുകയല്ല, ഒന്ന് ചിന്തിപ്പിക്കുന്നത് ചെയ്യാൻ മാത്രം. നമ്മളെ വേണ്ടപ്പെട്ട പരിചയപ്പെട്ട പലരും ഭയങ്കര വിശ്വാസം ജീവിച്ചു എന്ന് പറയുന്ന പലരും ലോകം വിട്ട് പോയി കഴിഞ്ഞല്ലോ. ഈ വചനം വെച്ചപ്പോ ഒന്ന് പരിശോധിച്ച് നോക്കണം, എന്നിട്ട് നമ്മളെ കൂടെ പരിശോധിക്കണം. ഈ പോക്ക് പോയാൽ രൂപാന്തരപ്പെടുമോ? രൂപാന്തരപ്പെടുമോ? ഈ പോക്കലും ഈ പ്രാർത്ഥനയിലും ഈ ശുശ്രൂഷയിലും ഇപ്പൊ പോണ രീതിയിൽ ഇപ്പോഴത്തെ അനുഭവത്തിൽ വളർന്നു വന്നാൽ കുഴപ്പം, രൂപാന്തരപ്പെടും. ദൈവം അത് ചെയ്യും. പക്ഷെ കഴിഞ്ഞ നാളുകളിലായിരുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെ രൂപാന്തരപ്പെടാൻ വല്ല സാധ്യതയുണ്ടോ? സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ ഉപദേശ രൂപങ്ങൾ പഠിക്കാതെ, ഗ്രഹിക്കാതെ, പഠിക്കാതെ ഇത് സമർപ്പിക്കാതെ കിട്ടിയ അഭിഷേകം ഏതാ? അന്യഭാഷ ഏതാ? ഇതൊന്ന് വിനയപ്പെട്ട് ഗ്രഹിച്ച് വിനയപ്പെട്ട് നിൽക്കുന്ന വ്യക്തി അല്ലാതെ നമ്മെ സ്നാനപ്പെടുത്തിയെങ്കിൽ ആ സ്നാനം ഏതാ? സ്തോത്രം. നമ്മുടെ മനസ്സിനെ അങ്കലാപ്പുകളിലേക്കുമല്ല, ചിന്തിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ രൂപാന്തരപ്പെടണം. നമ്മളെങ്ങനെ ക്രിസ്ത്യാനി ജീവിച്ചാൽ മാത്രം പോരാ, നാം രൂപാന്തരപ്പെടണം. അപ്പൊ രൂപാന്തരപ്പെടത്തക്കവണ്ണം മനസ്സ് പുതുക്കണം. അങ്ങനെ മനസ്സ് പുതുക്കാൻ ഒറ്റയ്ക്ക് പറ്റുമോ? അസാധ്യമാണ്. അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം വേണം ആത്മീയ ജീവിതത്തിൽ. അമ്മയപ്പന്മാർ മക്കൾ തമ്മിൽ ബന്ധം വേണം ആത്മീയ ജീവിതത്തിൽ. സഹോദരി ബന്ധം വേണം ആത്മീയ ജീവിതത്തിൽ. ഒപ്പം നിൽക്കാൻ ആരുമില്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരോട് ഒപ്പം ചിന്തിക്കണം. നിൽക്കാൻ മനസ്സില്ലാത്തവരോട് ദൈവം പിന്നീട് കണക്ക് ചോദിക്കും. കാര്യം നിൽക്കുന്ന ദിവസം വരെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ബോധപൂർവം ഗ്രഹിച്ചറിഞ്ഞ് ചിന്തിച്ച് ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ എങ്ങനെ രക്ഷ കരസ്ഥമാക്കാൻ പറ്റും? തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവർക്കല്ലേ രക്ഷ കാണിച്ചു കൊടുക്കുന്നത്. സ്തോത്രം. ക്രമപ്പെടുത്തി പൂർത്തീകരണം വരാത്തവർക്ക് രക്ഷ കൊടുക്കുവോ? രക്ഷിക്കപ്പെട്ടെന്ന് ചാടുന്നതിനാ? നമ്മുടെ ക്രൈസ്തവരൊക്കെ രക്ഷിക്കപ്പെട്ടെന്ന് എന്തിനാ ചാടുന്നേ? രക്ഷ സംഗ്രഹിച്ചു വെച്ചിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രക്ഷ സംഗ്രഹിച്ചു വെച്ചിരിക്കുക. ആ രക്ഷ പ്രാപിക്കാൻ വേണ്ടി വചനമെന്ന മായമെന്ന പാല കുടിച്ച് വളരണം. രക്ഷയ്ക്കായി വളരണം. രക്ഷയിൽ വളരണമെന്നല്ല, രക്ഷയ്ക്കായി വളരണം. രക്ഷ സംഗ്രഹിച്ചു വെച്ചിരിക്കുക. സ്വർഗത്തെ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയമാറ്റം മാലിന്യം ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മൾ വീട് ജനിപ്പിച്ചിരിക്കുക. ഇനി വചനമെന്ന മായമെന്ന പാല കുടിക്കണം ആ രക്ഷ പ്രാപിക്കാൻ വേണ്ടി. സ്തോത്രം. ഇനി ജനിപ്പിച്ച സത്യവചനത്തിലാണോ, നിറവിത്തിലാണോ ജനിച്ചത്, അതോ പൊട്ട വിത്തിലോ? എങ്ങനെ ജനിച്ച? പൊട്ട വിത്തിലോ നിറവിത്തിലോ? നിറവിത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? വിത്തിന് വേണ്ടി എടുത്ത ആദ്യ ഫലം, നിറവിത്ത്. ആ നിറവിത്തിലാണോ നമ്മൾ ജനിച്ചത്, അതോ പൊട്ട വിത്തിലോ? അതായത് ആത്മീയവും ഭൗതികവും കൂടി കലർന്ന ഉപദേശത്തിലാണ് നമ്മൾ ജനിച്ചത്, അതോ യഥാർത്ഥത്തിൽ ആത്മീയ ഉപദേശത്തിലാണോ ജനിച്ചത്? സ്തോത്രം. ഏറ്റു പറയുന്നത് അപമാനമല്ല കേട്ടോ.
ഏറ്റു പറയുന്നത് ബഹുമാനം. സ്തോത്രം. നിറവിത്താക്കി മാറ്റുന്നത്, നിറവിത്ത് പോലെ ഉള്ളവരാക്കി മാറ്റും. ബോധമില്ലാത്തവരെ ബോധമുള്ളവരാക്കി മാറ്റും. സ്തോത്രം. ആത്മീയ വിക്കുള്ളവരെ വിക്കില്ലാത്തവരാക്കി മാറ്റും. സുബോധമുള്ളവരാക്കി മാറ്റും. ഹല്ലേലൂയ. കുറ്റം സമ്മതിക്കുന്നവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അപ്പൊ ഇത് ആൾക്കാരെ കേട്ടാൽ ഇങ്ങനെ പറയും, ഇതെന്തല്ലേ ഇവിടെ പോണേ? തുടങ്ങിയത് ഒരിടത്ത്, യാത്ര ചെയ്തുകൊണ്ടിരുന്ന വേറൊരിടത്ത്, ഇപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. കർത്താവിന്റെ വരവ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്, ഒരു വിഷയം, അങ്ങനെയല്ലേ പ്രസംഗിക്കാനുള്ളത്. അങ്ങനെ പ്രസംഗിച്ച് കേട്ടാണ് നമ്മളിങ്ങനെ അതപതിച്ചു പോയത്. അടിസ്ഥാനമില്ലാതെ പോയി. ആൾക്കാർ വിചാരിക്കുന്ന അതാണ് അടിസ്ഥാനം എന്നാണ്. ബൈബിളിലുള്ള ഓരോ വചനം, ഓരോ വാക്കും ഒരു വിഷയമായിട്ട് മാറ്റുകയാണ്. സ്തോത്രം. ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ എത്ര വിഷയം പ്രസംഗിച്ചു? ഞങ്ങളോ ഒറ്റ വിഷയം, അതിൽ എല്ലാം ഉണ്ട് അല്ലേ? അപ്പോസ്തലൻ പൗലോസ് എത്ര വിഷയം പ്രസംഗിച്ചു ഓരോ സഭയ്ക്കും? ഇന്നത്തെ പാസ്റ്റർമാർ അപ്പോസ്തലന്മാരെക്കാൾ, ബൈബിളിലെ അപ്പോസ്തലന്മാരെക്കാൾ ഗ്രേഡുള്ളവരാണോ? ആത്മപാർശ്വമുള്ളവരാണോ? പത്രോസ് അപ്പോസ്തലൻ എത്ര വിഷയം പ്രസംഗിച്ചു? 2 ലേഖനത്തിൽ കൂടെ ഒറ്റ വിഷയം. ഹല്ലേലൂയ. യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ എത്ര വിഷയം പ്രസംഗിച്ചു? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിഷയം മാറ്റി മനുഷ്യന്റെ മനസ്സ് മാറിപ്പോയി. പ്രപഞ്ചമോഹത്തിന് അടിമയാക്കി. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നാം ഏക വിഷയത്തിൽ നിന്നുകൊണ്ട് ഏക ദൈവത്തിന്റെ സത്യം പഠിക്കണം. എന്നാൽ നമ്മൾ ഏകമായി മാറും. ഇല്ലെങ്കിൽ ഭിന്നാഭിപ്രായമുള്ളവരായി മാറും. സ്തോത്രം. വിഷയങ്ങൾ മാറ്റി പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ തമ്മിലായിക്കുണ്ടോ? വിഷയങ്ങൾ മാറ്റി പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ തമ്മിൽ ഐക്യമുണ്ടോ? എന്താ ഇല്ലാത്ത? അവർ തമ്മിൽ ഐക്യമില്ലെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവേദ ഐക്യതയുടെ ആത്മാവാണോ അതോ ഭിന്നതയുടെ ആത്മാവാണോ? അവർ പ്രസംഗിക്കുന്ന ഏതാത്മാവില? അവർ ഏത് രാജ്യത്ത് എത്തിച്ചേരും? അവരിലിരിക്കുന്ന ആത്മാവ് എവിടെ പോകുമോ അവിടെ പോകും അല്ലേ? അതൊക്കെ കേട്ടല്ലേ നമ്മൾ ജനിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കുന്നതോറും നമ്മുടെ മനസ്സ് തകരും, ഹൃദയം നുറുങ്ങും, അനുതാപ ഹൃദയം വരും. സ്തോത്രം. അവിടെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തുന്ന സൃഷ്ടിയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന്, ഇത് ഒരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ, ഇത് ഓരോ പാർട്ട് സംഭവിക്കുന്ന കാര്യം. കാഹളം പോലെ ദൈവത്തിന്റെ കാഹളം എന്ന് പറയും എന്താ? യെശയ്യാ 58:1 ഉറക്കെ വിളിക്കാൻ അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി. അതാണ് കാഹളം. ആ കാഹളം ഇപ്പൊ മുഴങ്ങുന്നത് അല്ല, 16-ാം വാക്യം ഒരുമിച്ചുള്ളതല്ല. അപ്പൊ അതിനെ പിന്നെ എന്തിനാ ഭിന്നിപ്പിക്കുന്നത്? അത് ഭിന്നിപ്പിക്കുകയല്ല, നമ്മൾ അറിയാൻ വേണ്ടിയാ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം. എന്താണ് പ്രധാന ദൂതന്റെ ശബ്ദം? പ്രധാന ദൂതന്റെ
ശബ്ദം എന്താണ്? പ്രധാന ഉപദേശം, പ്രധാന ദൂത്. പ്രധാന ദൂത് എന്താണ്? നിത്യജീവന്റെ ദൂത. ആ പ്രധാന ദൂതന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. കേൾക്കാറുണ്ടോ? ആ ദൂതൻ ഈ ലോകത്ത് ഒരു ബന്ധമില്ല. സ്തോത്രം. ഈ ലോകമായിട്ട് ബന്ധമുള്ള നമ്മുടെ ശരീരം പോലെ ഈ ദൂതിന് മുമ്പിൽ അമരും, കീഴടങ്ങും. ഇതൊക്കെ കേട്ട് ഗ്രഹിക്കാത്തവർക്ക് എങ്ങനെ ശുദ്ധീകരണം വരും? എങ്ങനെ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ പറ്റും? അനേക വാസസ്ഥലം ഉണ്ടെന്ന് ഇങ്ങനെ വിസിറ്റ് ചെയ്ത് മറ്റുള്ള പഠിപ്പിച്ചാൽ മാത്രം മതിയോ? നാം അവിടെ എത്തണ്ടേ? സ്തോത്രം. അങ്ങനെ ഇവിടെ പ്രവർത്തനത്തിന് വന്നിട്ട് ഓടും ഇറങ്ങാത്ത എന്താ? നമ്മളിലുള്ളവർ ആദ്യം ഇത് ഉറക്കണം. ഒരു ചെറിയൊരു ആവറേജ് ഉറപ്പ് വേണം, എന്നിട്ട് വിസിറ്റിംഗ് ഇറങ്ങും. സ്തോത്രം. ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘത്തിൽ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമായി പ്രാർത്ഥിച്ച്, ചിന്തിച്ച്, പ്രസംഗിച്ച്, പ്രവചിച്ച്, വിശ്വസിച്ച്, സാക്ഷ്യം പറഞ്ഞിരുന്ന എടുക്കപ്പെടുവോ? വിശ്വസിച്ചാൽ മതി, എടുക്കപ്പെടുവോ? ഇത് വായിച്ചിട്ട് എത്രയോ പേര് പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വസിച്ചാൽ മതി. ഈ വാക്യം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെല്ലാം എടുക്കപ്പെടും. എവിടെ എടുക്കപ്പെടും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ ഗ്രഹിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി വരുമ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത്? യഹൂദയായി മാറുന്നത്, സ്തുതിയുടെ ഗോത്രമായി മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ മുൻപന്തിയിലായത് യുദ്ധത്തില്. അതായത് അങ്ങനെയാണ് നമ്മൾ മുൻപേ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ട പ്രാപ്തി വരുന്നത്. ആ പ്രാപ്തി വരുമ്പോഴാണ് നമ്മൾ യഹൂദയാകുന്നു, മുൻപന്തിയിലാകുന്നു യുദ്ധങ്ങൾ. അവരാണ് സ്തുതിയുടെ ഗോത്രം. അവർക്കാണ് കൃപ ലഭിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്. സ്തോത്രം. ആണ് എഫെസ്യർ 2 പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മുഖാന്തരം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഫെസ്യ ലേഖനങ്ങളിൽ റാണി. അത് നമ്മളെ പോലെ അപ്പാവിക്കുള്ളതല്ല അത്. എന്നാൽ അപ്പാവികളാകുന്ന നാം അവിടെ എത്തിച്ചേർന്നു. ആ റാണിയോട് സംസർഗമായി വരണം. ആ ഭാഗം വായിച്ചെന്ന് പറഞ്ഞാൽ നമ്മളതാവില്ല. അതിനാണ് യാത്ര ചെയ്യാനുള്ളത്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ക്രിസ്തുവിനാൽ, ജീവൻ രക്ഷിക്കും രക്ഷകനായി, അന്ത്യവിശ്വാസം വരെയും ജീവൻ രക്ഷിക്കും രക്ഷകനായി, അന്ത്യവിശ്വാസം വരെയും. ഹല്ലേലൂയ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യണം. കുരിശ് നോക്കിയല്ല, കുരിശ് നോക്കിയല്ല, ക്രൂശ് നോക്കി. കുരിശ് ശത്രുവാണ്, ക്രൂശ് കഷ്ടതയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളിയാകുക, കൂട്ടാളിയാവുക. അങ്ങനെയായാൽ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മിൽ വസിക്കും. അത് പത്രോസ് പറയും. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിയായാൽ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മിൽ വസിക്കും. പെട്ടെന്ന് വസിക്കുന്നല്ല, അവിടെ എത്താൻ വസിക്കും. പ്രൈസല്ലോ, പ്രൈസല്ലോ. അങ്ങനെ നമ്മൾ യഹൂദയാകണം, സ്തുതിയുടെ ഗോത്രമാകണം,
മുൻപേ രാജ്യവും നീതി അന്വേഷിക്കുന്ന മുൻപന്തിയിൽ യുദ്ധത്തിൽ നിൽക്കണം. അവർക്കാണ് കൃപയും കൃപയാലുള്ള രക്ഷയും. അല്ല തോന്നിയ മാസം നടക്കുന്നവര് അവിടെ വന്നിരുന്ന് ഒളിച്ചിരുന്ന് അല്ലെ പള്ളിക്കകത്ത് വന്നിരുന്ന് എവിടെയോ ഇരുന്നു അതെല്ലാം കേട്ട് രക്ഷിക്കപ്പെട്ടു. അതൊന്നും സാക്ഷിയല്ല, അതൊന്നും രക്ഷിക്കപ്പെട്ടതുമല്ല. സ്തോത്രം. ഒളിച്ചൊളിച്ച് വന്നിരുന്ന വചനം കേൾക്കാൻ നല്ലതാ, എന്നിട്ട് അടുത്തടുത്ത് വന്നിരുന്ന വചനം കേൾക്കാൻ നല്ലതാ. വചനം കേട്ട് തന്റെ തെറ്റുകളെ ഗ്രഹിച്ച് ആലോചന സഭയിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന കേട്ട് തന്നത്തെ ശോധന ചെയ്ത് ശുദ്ധീകരണം വരുത്തി തന്നത്തെ യാഗമായി സമർപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം സമർപ്പിച്ച് അതിനെ ഉൾക്കൊള്ളുന്നതനുസരിച്ച് യഹൂദഗോത്രമായി. ഇത് ഒരു ദിവസം നടക്കുന്ന കാര്യമല്ല, ഒരായുസ് കൊണ്ട് നടക്കും. ഒരു ആയുസ് കൊണ്ട്. അതാണ് അവസാനത്തോളം സഹിച്ചിരിക്കുന്നവർ. അല്ലാതെ വന്നുടനെ രക്ഷിക്കപ്പെടുമെന്നല്ല, വന്നുടനെ രക്ഷയുടെ പ്രാരംഭമാണ് തുടങ്ങുന്നത്. പൂർത്തീകരണമല്ല. പൂർത്തീകരണം ഒരു മനുഷ്യന്റെ അവസാന ആയുസ് വരെ, അവിടെയാണ് പൂർത്തീകരണം. വിശ്വസ്തനല്ലെങ്കിൽ പൂർത്തീകരണം ഇല്ല. പ്രൈസലോ. അലസിപ്പോയ ഗർഭ ഫലം പോലെയാണ്. അങ്ങനെ നമ്മൾ ആകേണ്ടതുപോലെ ആകണം. അതിനായി സമ്മതിക്കണം, വിനയപ്പെടണം, എളിമപ്പെടണം, താഴ്മപ്പെടണം, സൗമ്യത വേണം. വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ആഗ്രഹം വേണം. അതിൽ മുന്നോട്ട് വളർന്നു വരണം. ഇതാരെ കൊണ്ട് സാധിക്കാത്ത കാര്യമല്ല, എല്ലാവരെ കൊണ്ട് സാധിക്കും. കാരണം ദൈവം അനുവദിച്ചിട്ടുണ്ട്, ദൈവം സഹായിക്കും. അതുകൊണ്ട് സാധിക്കും, ഇല്ലെങ്കിൽ സാധിക്കില്ല. ദൈവം സഹായിക്കും. ദൈവം നമ്മുടെ സഹായകനാകും. എന്റെ സഹായം എവിടെ നിന്ന്? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുണ്ട്. ഹല്ലേലൂയ. ഈ ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ ഈ അഴിഞ്ഞു പോകുന്ന ആകാശവും ഈ ഒഴിഞ്ഞു പോകുന്ന ഭൂമിയെ കുറിച്ച്. ഒഴിഞ്ഞു പോകാത്ത ആകാശമുണ്ട്, സ്വർഗങ്ങൾ. അത് ഉണ്ടാക്കിയ, നീതി വസിക്കുന്ന ബുദ്ധഭൂമി ഉണ്ടാക്കിയ ആ ദൈവത്തിനാണ് ആ സഹായം വരുന്നത്. അതിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, സമർപ്പിക്കാം. അതിന്റെ അർത്ഥം ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും ദൈവം സൃഷ്ടിച്ചതല്ല എന്നല്ല പറയുന്നത്. സ്തോത്രം. ഓർക്കട, സൃഷ്ടി വേറെ, ഉണ്ടാക്കിയത് വേറെ. ഉണ്ടാക്കിയ ദൈവമാണ് പറയുന്നത്. എന്റെ സഹായം വരും, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുണ്ട്. ഈ കാണുന്ന സൃഷ്ടിച്ചതാണ്. സർവ സൃഷ്ടികൾ ഒഴിഞ്ഞു. ക്രൈസ്തല്ലോ, ക്രൈസ്തല്ലോ. മനുഷ്യന് സൃഷ്ടിയുണ്ട്, മനുഷ്യനെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ജനനം ഉണ്ടാക്കുക. പ്രാരംഭ ആദ്യ ജനനം സൃഷ്ടിച്ചത്. തിരിച്ചറിവോടുകൂടെ യാത്ര ചെയ്യുവാൻ, ചിന്തിക്കുവാൻ, നമ്മുടെ അന്തരംഗങ്ങൾ ജ്ഞാനം ഗ്രഹിക്കണം. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ നിറയണം. ചഞ്ചലപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട. ഇപ്പോ കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ഗ്രഹിക്കേണ്ടതായ പ്രാപ്തി ദൈവം ഒരുക്കും. പ്രാർത്ഥനയിലൂടെ, വചന വായനയിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, തമ്മിലുള്ള പ്രബോധനത്തിലൂടെ ദൈവം അത് ചെയ്തെടുക്കും. എല്ലാവർക്കും മഹിളത്തോടെ ഇതൊന്നും നമുക്ക് പ്രാപ്തിയില്ലാത്ത കാര്യമെന്ന് വിചാരിച്ച് ഒഴിയണ്ട. നമ്മെ സഹായിപ്പാൻ നമുക്കൊരു സഹായകനുണ്ട്. മനുഷ്യനുണ്ട് അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ നല്ലതാണ്. ദൈവഭക്തന്മാരോടൊപ്പം, ദൈവിക ശുശ്രൂഷകരോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. നല്ല ആത്മാവിനെ പ്രാപിക്കുക, നല്ല വഴിയിൽ നമ്മെ നടത്തും. അതിനായി നമുക്ക് എല്ലാവരും കൽപ്പിച്ചു. ഈ ലോകത്തിന് അനുഭവരാകരുത്. ആകുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം, ഓർക്കണം, അനുഭവിക്കണം, ഏറ്റുപറയണം. പല വിഷയത്തിലും ഈ ലോകത്തിന് അനുഭവരാകാൻ സാധ്യതയില്ല. അതൊന്ന് മറച്ചു വയ്ക്കരുത്. ഓർക്കുക, അനുഭവിക്കുക, ഏറ്റുപറയുക.
പരിശുദ്ധാത്മ നമ്മെ സഹായിക്കും. ക്രിസ്തുവിൽ കൂടെ നമുക്ക് മോചനം ലഭിക്കും. പിതാവ് ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകും. അതിനാൽ നമുക്ക് എല്ലാവർക്കും ഈ ലോകം തരില്ല ഒരു സുഖവും ഒരു മനസ്സാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പക്കൽ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ഉണ്ട്. ഭൗതിക ആവശ്യമല്ല, ഭൗതിക ആവശ്യത്തിനുള്ള എല്ലാം ലോകത്തുണ്ട്. ആത്മീയ ആവശ്യത്തിനുള്ള എല്ലാം ദൈവത്തിന്റെ പക്കൽ. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ചു. ആരും നിരാശപ്പെടാനല്ല, ആരും വ്യാകുലപ്പെടാനല്ല. എന്നാൽ ഹൃദയം തുറങ്ങണം, മനസ്സിലാകണം. എന്തിനാ? ദൈവം നമ്മുടെ കൂടെ ഇമ്മാനുവേലായി നമ്മുടെ പക്ഷത്ത് ദൈവം നിൽക്കുക. നമ്മൾ ചെയ്തേ പറ്റൂ. ഹൃദയം തുറങ്ങണം, മനസ്സിലാകണം. തകർന്നും ഉറങ്ങിയ ഹൃദയത്തെ ജീവനായ ദൈവം നിരസിക്കില്ല. ഇല്ലാത്ത സകല ഹൃദയങ്ങളെ നിരസിക്കും. അതുകൊണ്ട് നമ്മൾ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത്. ഈ വെളിപ്പാടുകൾ നമ്മെ തകർക്കാനല്ല, നമ്മെ മുടിക്കുവാനല്ല, നമ്മെ പണിതെടുക്കുവാനല്ല, നമ്മെ പണിയുവാനത്രേ. ദൈവഹിതപ്രകാരം പണിയുവാൻ അത് നാം വിവേചിക്കണം. ദൈവത്തിന്റെ പണിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ദൈവത്തിന്റെ പണിയാണ്. നാം അത് വിവേചിക്കണം. വിവേചിച്ചില്ലെങ്കിൽ നമ്മെ ഇടിച്ചു കളയും. നമ്മെ ഇടിച്ചു കളയരുത്. നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ വിവേചിക്കണം. ദൈവത്തിന്റെ പണി വിവേചിക്കണം. ദൈവം നമ്മെ വീണ്ടും പണിയണം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാം ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവത്തിന്റെ വചനത്തിൽ നാം നമ്മെ തന്നെ ഏൽപ്പിക്കണം.